വെൽക്കം ടു വിങ് ബാക്ക് സ്റ്റോറീസ്. ഇതൊരു ഫുട്ബോൾ റിലേറ്റഡ് കണ്ടൻസ് ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ്. ഫുട്ബോളിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കും ഫുട്ബോളിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ മാച്ച് റിവ്യൂസ്, ഫുട്ബോളിൻ്റെ ട്രാൻസ്ഫർ ന്യൂസ്, ഇത്തരം കണ്ടൻറ്റുകളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. സോ ഇൻട്രോ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം നമുക്ക് അധികം പറയാനായിട്ടില്ല ന്യൂസുകളൊന്നും. അതായത് ട്രാൻസ്ഫർ ന്യൂസുകൾ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കുറച്ചായിട്ടുള്ളത്. സോ ഓൾറെഡി നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടായിരിക്കും. പോഗ്ബയുടെയും മസ്റ്റൻറ്റുവേനയുടെയും കാര്യമാണ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പോഗ്ബയുടെ കാര്യം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഇപ്പോൾ ഒരു തിരിച്ചുവരവിനായിട്ട് ഒരുങ്ങുകയാണ്. 18 മാസത്തോളം പുള്ളി ബാൻ കിട്ടിയിരിക്കുകയായിരുന്നു. ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു രീതിയിൽ കണ്ടെത്തലുകൾ വന്നതിനാണ് പുള്ളിക്ക് ബാൻ കിട്ടിയിരുന്നത്. പോഗ്ബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പോൾ യുവൻറ്റസിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്ക് ഒരു ബാൻ കിട്ടിയത്. അതിന് മുന്നേ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലുള്ള ഒരു 6 വർഷത്തോളം പുള്ളി കളിച്ചിട്ടുണ്ട്. അതിന് മുന്നേ വീണ്ടും യുവൻറ്റസിലാണ് പുള്ളി കളിച്ചിട്ടുള്ളത്. സോ 2016 കാലഘട്ടത്തിൽ ജോസെ മൊറീഞ്ഞോ മാനേജർ ആയിരിക്കുന്ന ഒരു സമയത്താണ് പുള്ളീനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്യുന്നത്. ഒരു 2013 നമുക്കറിയാം സർ അലക്സ് ഫെർഗൂസൻ പടിയിറങ്ങിയതിന് ശേഷം ഒരു ട്രോഫി ഡ്രോട്ട് ഉണ്ടായിരുന്നു. അതിനൊരു പരിഹാരമായിട്ടാണ് ഈ പുള്ളീനെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അറിയാം, ഇപ്പോഴായാലും യുണൈറ്റഡ് ആ ഒരു തൻ്റെ പഴയകാല പ്രതാപത്തിലേക്ക് ഇപ്പോഴും ആ ക്ലബിന് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ 2022 പോഗ്ബ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുന്നത് വീണ്ടും യുവൻറ്റസിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം 2023 സമയത്ത് പുള്ളി ഉഡിനേസെ ആയിട്ടുള്ളൊരു മാച്ചിന് ശേഷമാണ് ഈ ഒരു പരിശോധന ഫലം വരികയും പുള്ളി ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ തെളിയിക്കപ്പെടുകയും ചെയ്തത്. അതിനുശേഷം 2024 ഫെബ്രുവരി സമയത്താണ് പുള്ളിക്ക് 4 വർഷത്തോളം ബാൻ കിട്ടിയത്. പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് 4 വർഷത്തോളം ബാൻ കിട്ടിയിരുന്നു. പിന്നീട് 2024 ഒക്ടോബർ സമയത്ത് അതൊരു 18 മാസമായിട്ട് ചുരുക്കി. ഇപ്പോൾ നിലവിലെ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള AS മൊണാക്കോ പുള്ളിക്ക് ഒരു 2 വർഷത്തെ കോൺട്രാക്റ്റിന് ഇത് കൊടുത്തിരിക്കുകയാണ്. അതായത് ഒരു ബിഡ് വെച്ചിരിക്കുകയാണ്. പുള്ളി അത് ആക്സെപ്റ്റ് ചെയ്യോ കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. ഫാബ്രിസിയോ റൊമാനോയുടെ ഒരു ന്യൂസ് അനുസരിച്ചിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. മൊണാക്കോയുടെ മറ്റൊരു ട്രാൻസ്ഫർ അപ്ഡേറ്റിലേക്ക് കടന്നത് അവർ ബാഴ്സലോണയിൽ നിന്നും അൻസു ഫാറ്റിനെ സൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനൽ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. എന്തായാലും നെക്സ്റ്റ് വീക്ക് ഒരു മിഡൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റേതായ കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇതാണ് മൊണാക്കോനെ സംബന്ധിച്ചുള്ള ട്രാൻസ്ഫർ ന്യൂസ്. മറ്റ് ട്രാൻസ്ഫർ ന്യൂസുകൾ, അതായത് ഇപ്പോൾ ഒരു ബിഗ്ഗസ്റ്റ് ഹോട്ടസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഫ്ലോറിയൻ വിർട്സ് ഓൾറെഡി ലിവർപൂളിലേക്ക് സൈൻ ചെയ്ത് കഴിഞ്ഞു. ബയർ ലെവർകൂസന് 150 മില്യൺ യൂറോസിൻ്റെ ഒരു 5 ഇയർ കോൺട്രാക്റ്റാണ് പുള്ളി ഇപ്പോൾ സൈൻ ചെയ്തിട്ടില്ല. വെബൽ അഗ്രിമെൻറ്റ് കാര്യങ്ങളെല്ലാം ക്ലബ്ബുകൾ തമ്മിൽ നടന്നു കഴിഞ്ഞു. മെഡിക്കലും സൈൻ കോൺട്രാക്റ്റ് എല്ലാം അടുത്ത് തന്നെ ഉണ്ടാകുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ റിയൽ മാഡ്രിഡ് അർജൻറ്റീനിയൻ വണ്ടക്കിഡായിട്ടുള്ള ഒരു ഫ്രാങ്കോ മസ്റ്റൻറ്റുവേനെ റിവർ പ്ലേറ്റിൽ നിന്ന് സൈൻ ചെയ്തിരിക്കുകയാണ്. പുള്ളി ഓഗസ്റ്റ് 14 ഒഫീഷ്യൽ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള രീതിയിലുള്ള ന്യൂസൊക്കെ എല്ലാം കൊടുത്തിരിക്കുന്നത്. ചാബി അലോൻസോയാണ് റിയൽ മാഡ്രിഡിൻ്റെ പുതിയ മാനേജറായിട്ടുള്ള ചാബി അലോൻസോയാണ് ആ ന്യൂസ് പുറത്തു വിട്ടിട്ടുള്ളത്. അന്ന് അദ്ദേഹത്തിന് 18 വയസ്സ് തികയുന്ന ഒരു ദിവസം കൂടിയാണ്. സോ അന്ന് തൊട്ടാണ് പുള്ളിയുടെ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ആവുന്നത്, ഓഗസ്റ്റ് 14. ദെൻ അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ജെയിംസ് മിൽനർ. പുള്ളി ഒരു ലോങ് സർവിങ് ഒരു ഫുട്ബോളറാണ് പ്രീമിയർ ലീഗിൻ്റെ. 2001 കാലഘട്ടം തൊട്ട് തന്നെ പുള്ളി ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. ലീഡ്സ് യുണൈറ്റഡിലാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ന്യൂകാസിൽ യുണൈറ്റഡ്, ആസ്റ്റൺ വില്ല എന്നീ ക്ലബ്ബുകൾക്ക് ഒരുപാട് കളികൾ കളിച്ചതിന് ശേഷം പിന്നീട് മാൻ സിറ്റിയുടെ ഒരു ലെജൻഡറി ടൈപ്പ് പ്ലെയർ ആവുന്നത് കണ്ട് അതിനുശേഷം ലിവർപൂളിലും പുള്ളി കളിച്ചിട്ടുണ്ട്. അതിനുശേഷം 2022 എനിക്ക് തോന്നുന്നു 2022 കാലഘട്ടത്തിലാണ് പുള്ളി ബ്രൈറ്റണിലേക്ക് സൈൻ ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ പുള്ളിക്ക് അധികം അപ്പിയറൻസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഒരു 4 അപ്പിയറൻസ് മറ്റോ കൊണ്ടാണ് കിട്ടിയിട്ടുള്ളൂ. അതിനുശേഷം ഇപ്പോൾ പുള്ളി വീണ്ടും ഒരു 1 ഇയർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. ജൂൺ 2026 വരെ ബ്രൈറ്റണിൽ തന്നെ തുടരാനായിട്ട് പുള്ളി വിചാരിച്ചിരിക്കുകയാണ്. അതിനുശേഷം മറ്റൊരു ട്രാൻസ്ഫർ വാർത്ത എന്ന് പറയുന്നത് ജോൺ ഗാർഷ്യയുടെയാണ്. ബാഴ്സലോണ ഒരു 24 മില്യണിൻ്റെ ഒരു യൂറോസിൻ്റെ ഒരു റിലീസ് ക്ലോസ് ഉണ്ടായിരുന്നു ജോൺ ഗാർഷ്യയുടെ. അത് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ന്യൂസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഓൾറെഡി നമുക്കറിയാം ബാഴ്സയിൽ 2 കീപ്പർമാർ ഓൾറെഡി ഉണ്ട്, ടെർ സ്റ്റെഗനും ഷെസ്നിയും. അതിൽ ഷെസ്നീനെ അവർ കീപ്പ് ചെയ്യുമെന്നുള്ള ന്യൂസാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടെർ സ്റ്റെഗൻ ഇനി എങ്ങോട്ടാണ് പോകുക എന്നുള്ളതിനെക്കുറിച്ചും ഇപ്പോഴും ഒരു ക്ലാരിറ്റി ആയിട്ടില്ല. സോ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്. ഇതുപോലെ തന്നെ 1-2 ന്യൂസുകൾ ഇപ്പോഴും കൺക്ലൂഡ് ആയിട്ടില്ല. അതായത് ഇപ്പോഴും ഒരു സ്ട്രൈക്കർമാരുടെ ഇതിൽ അവൈലബിലിറ്റി കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് നിലനിൽക്കുന്ന വിക്ടർ ഗ്യോക്കെറസിൻ്റെ ഡീലിൽ യാതൊരു മുന്നേറ്റം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. സ്പോർട്ടിംഗ് ആയിട്ടുള്ള പുള്ളിയുടെ ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം ഇപ്പോഴും സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആർസണലും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഓരോ ബിഡുകൾ സബ്മിറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അതിൻ്റെയൊന്നും ഫൈനൽ കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. സോ അതെല്ലാം നമുക്കിനി കമ്മിങ് വീക്കുകളിലെ
ട്രാൻസ്ഫർ ന്യൂസുകളിലെല്ലാം അറിയാനായിട്ട് സാധിക്കും. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിൽ കാര്യങ്ങളുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും ഫാമിലിക്കായാലും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ടൊന്ന് ഇടുക. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളും കുറവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളത് പരിഹരിക്കുന്നതായിരിക്കും. സോ ടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ, ബൈ.